നമസ്കാരം. വേണു പരമേശ്വറാണ്. ആട് ജീവിതത്തിലെ നജീബിന് പിന്നാലെ സൗദി ജയിലിലെ റഹീമും സിനിമയിലേക്ക്. മാർച്ച് 28-ന് മലയാള ചലച്ചിത്ര മേഖലയിൽ പുതുചരിത്രം കുറിച്ച ആട് ജീവിതത്തിന് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ സൗദി ജയിലിൽ കൊലക്കുറ്റം ആരോപിച്ച് വധശിക്ഷ കാത്തു കഴിയുന്ന മലപ്പുറം സ്വദേശി റഹീം എന്ന 42-കാരന്റെ ജയിൽ മോചനം സിനിമയാക്കുന്നതിന്റെ പ്രാരംഭ ചർച്ചകളാണ് അണിയറയിൽ. വധശിക്ഷ കാത്ത് കഴിഞ്ഞ 18 വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനത്തിനായി 34 കോടി ഇന്ത്യൻ രൂപയെന്ന 1.5 കോടി സൗദി റിയാൽ ആഗോള മലയാളി സമൂഹം ഒരുമിച്ച് കൈകോർത്ത് സമാഹരിച്ചതിന്റെയും റഹീമിന്റെ കാരാഗൃഹവാസത്തിന്റെയും വിറങ്ങലിപ്പിക്കുന്ന കഥ പറയുന്ന ചിത്രമാണ് അണിയറയിൽ തയ്യാറെടുക്കുന്നത്. റഹീമിനായി 34 കോടി സമാഹരിക്കുന്നതിൽ നിർണായക പ്രവർത്തനം നടത്തിയ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണ് റഹീമിന്റെ ജയിൽ ജീവിതം സിനിമയാക്കുന്നത്. ഇതിനായി ആട് ജീവിതത്തിന്റെ സംവിധായകനായ ബ്ലസ്സിയുമായി പ്രാരംഭ ചർച്ചകളും ബോച്ചെ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ മലയാളികളുടെ ഐക്യം, അവരുടെ ആ വിൽ പവർ, കൂട്ടായ്മ, ആ വികാരം. മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല അറക്കുന്നു എന്നുള്ള ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി, മതം, കക്ഷി, രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. ലോകം കണ്ടതാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ, ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ, നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ്. 2, ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. പുതിയതായിട്ട് ബോച്ചെ ടി ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ലഭിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട, സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. പക്ഷെ ഇത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ ഈ ബോച്ചെ ഫാൻസിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ വന്നതാണ്. എന്റെ അഭിപ്രായമായിട്ട് റഹീമിന്റെ മോചനത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ മോചന ദ്രവ്യ സമാഹരണ യാത്ര നടത്തിയതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചിത്രത്തിലുണ്ടാകുമെങ്കിലും താൻ അഭിനയിക്കില്ലെന്നും സിനിമയുടെ നായക കഥാപാത്രത്തെ പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം തീരുമാനിക്കുമെന്നുമാണ് ബോച്ചെ പറയുന്നത്. ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ബ്ലെസ്സി പോസിറ്റീവാണ്. നമുക്ക് നോക്കാം, സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ. ഇല്ല, ഞാൻ അഭിനയിക്കില്ല. നമ്മൾ അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ, അഭിനയില്ല. മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നും സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. ആദ്യം ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം, ആരാ സൂട്ടാവുക? അല്ല, യാത്ര മാത്രമല്ല, ഈ അബ്ദുൾ റഹീമാണ് ഇതിന്റെ, അബ്ദുൾ റഹീമിന്റെ കഥയാണ്. അറിയാതെയും അബദ്ധത്തിലും ചെറുതും വലുതുമായ നിരവധി കുറ്റങ്ങൾ ചെയ്ത് സൗദിയിലും യമനിലും കുവൈറ്റിലും ഒമാനിലും ഉൾപ്പെടെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട് ജയിൽ ശിക്ഷയ്ക്ക് പുറമെ വധശിക്ഷ പോലും വിധിക്കപ്പെട്ട്
വർഷങ്ങളായി പുറം ലോകം കാണാതെ കാരാഗൃഹവാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് പേരുടെ കഥ കൂടിയായിരിക്കും മലയാളിക്ക് മുന്നിൽ ആട് ജീവിതത്തിന് പിന്നാലെ കരളലിയിക്കുന്ന അനുഭവങ്ങളുടെ നേർക്കാഴ്ചയായി എത്തുന്നത്. പ്രവാസ ജീവിതത്തിലെ പ്രയാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ മലയാളി സമൂഹത്തിന് പകർന്നു നൽകുന്ന ദൃശ്യവിസ്മയമാകട്ടെ പുതിയ സംരംഭവും എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയോടെ